ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കാണിക്കുന്നത്. മസ്കറ്റിലെ ഫേമസ് ആയിട്ടുള്ള ഹല്ലോത്തി കേവ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി വീഡിയോയിലോട്ട് പോകാം. മസ്കറ്റിൽ നിന്ന് 190 കിലോമീറ്റർ ദൂരമുണ്ട് ഹല്ലോത്തി കേവിലേക്ക് പോകാൻ. നിസ്വയിലെ അൽ ഹമാറ എന്ന സ്ഥലത്താണ് ഹല്ലോത്തി കേവ് സ്ഥിതി ചെയ്യുന്നത്. 2006 മുതൽ സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തതാണ് ഈ അൽഹോത്തി കേവ്. ജബൽ ഷംസിന്റെ അടിവാരത്തിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് ഈ ഗുഹക്ക് ഉള്ളത്. ഈ കാണുന്നതാണ് അൽഹോത്തി കേവ്. എൻട്രി ഫീസ് മുതിർന്നവർക്ക് 7 റിയാലും കുട്ടികൾക്ക് 3 റിയാലുമാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്. ഹല്ലോത്തി കേവിൻ്റെ ചെറിയൊരു മിനിയേച്ചറാണ് ഇവിടെ ഈ കാണിക്കുന്നത്. ഇനി ഗുഹ കാണാനായിട്ട് പോകാം. മുമ്പ് ഇവിടെ നിന്ന് ചെറിയൊരു ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രെയിനില്ല. അതിന് പകരം ഇതുപോലത്തെ വണ്ടികളാണ് ഉള്ളത്. ചെറിയൊരു ദൂരം മാത്രമേ ഗുഹയിലേക്ക് ഉള്ളൂ. 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പെങ്കിലും രൂപം കൊണ്ട ജൈവ വൈവിധ്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലെ വായുവും വെള്ളവും ജീവജാലങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. ഇതാണ് ഗുഹയുടെ എൻട്രൻസ്. മുമ്പ് ഇവിടെ വരെ ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. 1960-ൽ ഒരു ആട്ടിടയനാണ് ആദ്യമായി ഗുഹ കണ്ടെത്തിയത്. വെള്ളം കുടിക്കാനായി ആടുകൾ ഒരു മലയിടുക്കിലേക്ക് പോയത് കണ്ട ഇയാൾ അവരെ പിന്തുടർന്നാണ് ഈ ഗുഹക്ക് അകത്ത് എത്തിയത്. ഈ ഗുഹ 5 കിലോമീറ്റർ ദൂരം വരെ നീണ്ടു നിൽക്കുന്നതാണ്. പക്ഷേ 860 മീറ്റർ ദൂരത്തേക്ക് മാത്രമേ ഞങ്ങൾക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഈ കാണുന്ന ചെറിയ ലൈറ്റ് കാണുന്ന ആ വഴിയിലെ കൂടിയാണ് പണ്ട് ആട്ടിടയൻ ഗുഹക്കുള്ളിൽ കയറിയത്. പക്ഷേ ഇപ്പോൾ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നത് വേറെ വഴിയിലെ കൂടിയാണ്. ഗുഹേൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ മഹാ അത്ഭുതം തന്നെയാണ്. പല രൂപങ്ങൾ ഇവിടെ കാണാൻ കഴിയും. അറേബ്യൻ ഭൂഖണ്ഡത്തിൽ എവിടെയും ഇതുപോലെയുള്ള ഗുഹയില്ല. ഓരോരുത്തരുടെയും ഭാവനക്കനുസരിച്ച് ഏതു രൂപത്തോടും സാമ്യപ്പെടുത്താൻ കഴിയും. ചില രൂപങ്ങൾ കാണുമ്പോൾ ഡൈനോസോർ മാമത്തൂസുകളും ഫോസിൽസുകളായി രൂപപ്പെട്ടതാണോ എന്ന് തോന്നും. സിംഹം, പുലി, പൂച്ച, ശിവലിംഗം, ഗണപതി, അങ്ങനെ പല രൂപങ്ങൾ കാണുമ്പോൾ പലതരത്തിലുള്ള ചിന്തകളായിരിക്കും നമുക്ക് തോന്നുക. അന്തരീക്ഷത്തിലെ ഈർപ്പം ചുണ്ണാമ്പ് പാറയിൽ രൂപപ്പെടുത്തുന്ന നേർത്ത കാർബോണിക് ആസിഡിൽ നിന്നാണ് ഈ കൊത്തുപണികൾ രൂപപ്പെടുന്നത്. ദശലക്ഷങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ രൂപങ്ങൾ രൂപപ്പെടുന്നത്. ഈ രൂപം കാണുമ്പോൾ ഞങ്ങൾക്ക് ഗണപതിയായി തോന്നും. അതുപോലെ തന്നെ പല മൃഗങ്ങളായ ഒക്കെ ചില രൂപങ്ങൾ കാണുമ്പോൾ തോന്നും. ഹോളിഡേ ആയതുകൊണ്ട് ഞങ്ങൾ പോയ ദിവസം ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു.
ഒമാനിൽ ഈ ഒരു കേവ് കാണാത്തവരുണ്ടെങ്കിൽ കാണേണ്ടത് തന്നെയാണ്. അത്രയും മഹാ അത്ഭുതമാണ് ഈ അൽഹോത്തി കേവ്. കേവിൻ്റെ ഉള്ളിൽ 200-250 സ്റ്റെപ്പുകളുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും ഇരിക്കാനായിട്ടുള്ള സീറ്റുകളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ രൂപം കാണുമ്പോൾ സിംഹം ഗർജിക്കുന്ന പോലെയുണ്ട്. അതിനനുസരിച്ചുള്ള മ്യൂസിക്കും ഇവിടെ കേൾക്കാനുണ്ട്. ഇവിടെ തടാകങ്ങളുണ്ട്. ഈ ഗുഹക്കുള്ളിൽ ഒരു തടാകമാണ് കാണാൻ കഴിയുക. പിങ്ക് നിറത്തിലുള്ള മീനുകൾ ഇവിടെ കാണാൻ കഴിയും. ഇവിടുത്തെ മീനുകൾക്ക് പ്രത്യേകതയുണ്ട്. മീനുകൾക്ക് കണ്ണ് ഇല്ല. ഇരുട്ടായതുകൊണ്ടാണ് കണ്ണുകൾ ഇല്ലാത്തത്. ബുനേസി എന്ന പേരിലാണ് ഈ മീനുകൾ അറിയപ്പെടുന്നത്. ഭൂമിക്കടിയിലെ മഹാ അത്ഭുത കാഴ്ചയായിരുന്നു ഈ ഒരു ഗുഹ. ഹല്ലോത്തി കേവും കണ്ട് ഞങ്ങൾ മടങ്ങി. അതിനുശേഷം ചെറിയൊരു ജിയോളജിക്കൽ എക്സിബിഷൻ ഉണ്ട്. ഒമാനിലെ ഭൂപ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പലതരം കല്ലുകൾ ഇവിടെയുണ്ട്. ഹല്ലോത്തി കേവിലുള്ള മീനുകളെ ഇവിടുത്തെ അക്വേറിയത്തിലും ക്ലിയറായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഹല്ലോത്തി കേവ് കാണേണ്ടത് തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.